പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തുൽ ലൈൽ. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ സൂറത്തുൽ ലൈൽ ഉപകാരപ്പെടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകാൻ സൂറത്തുൽ ലൈൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, ഹമ്മുകൾ, മനക്ലേശങ്ങൾ നീങ്ങിക്കിട്ടാൻ സൂറത്തുൽ ലൈൽ എന്ത് ചെയ്യും? പരിഹാരമാർഗമായി വരും. എങ്ങനെയാണ് സൂറത്തുൽ ലൈൽ പാരായണം ചെയ്യേണ്ടത്? ഏത് രൂപത്തിൽ ചെയ്യണം? എത്ര എണ്ണം ഓതണം? എപ്പോഴോതണം? എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾക്ക് സൂറത്തുൽ ലൈൽ കൊണ്ട് ഫതഹ് ഉണ്ടായി കിട്ടുക? കുറഞ്ഞ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്തായൊരു സൂറത്തുണ്ട്. കേവലം 21 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ലൈൽ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, നമുക്കൊക്കെ ചിലപ്പോൾ കാണാതറിയുന്ന സൂറത്തുമായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى صدق الله العظيم. വളരെ മനോഹരമായി നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്ന മഹത്തായൊരു സൂറത്താണ് സൂറത്തുൽ ലൈൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തിൽ മുഴുവനായി ഓതി കേൾപ്പിച്ചു തരാം. ഈ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ചില അത്ഭുത നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും മുഖ്യമായ നേട്ടമായി മഹത്തുക്കൾ എണ്ണിപ്പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ മൻ അദ്മന ഖിറാഅതഹ, ആരെങ്കിലും ഈ സൂറത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ, നിരന്തരം എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് അഅതാഹുല്ലാഹു മനാഹ് ഹത്താ യർദാ വസാദ അൻഹുൽ ഉസ്ർ വസഹലല്ലാഹു ലഹുൽ യുസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ എണ്ണി പറയാണ്. അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മിന്നത്തുകൾ, ഔദാര്യങ്ങൾ അല്ലാഹു അവർക്ക് കൊടുക്കും. ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കണക്കില്ലാത്ത ഔദാര്യത്തിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും. അവൻ പൊരുത്തപ്പെടുന്നത് വരെ, എത്രയാണോ തൃപ്തിപ്പെടുന്നത് വരെ അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇല്ലേ? എനിക്ക് മതി എന്ന് തോന്നുന്നത് വരെ അള്ളാഹു എനിക്ക് നിഅമത്തുകൾ വാരിക്കോരി തന്നുകൊണ്ടേയിരിക്കുന്നതാണ്. രണ്ടാമത് വസാദ അൻഹുൽ ഉസ്ർ, പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല വസാല അൻഹുൽ ഉസ്ർ, അയാളുടെ ജീവിതത്തിന് പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കും, ഇടങ്ങേറുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കും. വസഹലല്ലാഹു ലഹുൽ യുസ്ർ, അള്ളാഹു എല്ലാ കാര്യത്തിനും അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കുന്നതാണ്, എളുപ്പമാക്കി കൊടുക്കും. ആവശ്യമുള്ള സംഗതികളെയൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. പ്രയാസങ്ങൾ നീക്കുകയും അള്ളാഹു ജീവിതത്തിൽ വലിയ സൗകര്യങ്ങൾ, സ്വസ്ഥത, സമാധാനം അള്ളാഹു ജീവിതത്തിൽ കൊടുക്കുകയും ചെയ്യും. എന്ത് ചെയ്താൽ മതി? ഈ ഒരു കുഞ്ഞൻ സൂറത്ത് 21 ആയത്ത് മാത്രമല്ല. 21 ആയത്ത് എന്നൊക്കെ പറയുമ്പോൾ ബേജാറാവേണ്ട, കുഞ്ഞ ആയത്തുകളാണ്. വല്ലൈലി ഇദാ യഗ്ശ അതൊരു ആയത്താണ്. വന്നഹാരി ഇദാ തജല്ല അത് മറ്റൊരു ആയത്താണ്. വമാ ഖലഖൽ ദകറ വൽ ഉൻസ അത് മറ്റൊരു ആയത്താണ്. അപ്പം ഇങ്ങനത്തുള്ള 25 ചെറിയ ചെറിയ ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന നേട്ടമാണ്. ലി ഖലാഇൽ ഹവായിജി. ഇനി ആവശ്യങ്ങളൊക്കെ പൂർത്തിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഇങ്ങോട്ട് നോക്കി, ആവശ്യങ്ങൾ നിറവേറി കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ഈ ഒരു സൂറത്ത് കൊണ്ട് ആവശ്യം നിറവേറാൻ പറ്റും. എന്ത് ചെയ്യുക? ജാഅ ഫിൽ അസരി അന്ന മൻ ഖറഅ സൂറത്തൈ ലൈലി വശംസി. പക്ഷേ ഈ സൂറത്ത് ലൈല് മാത്രം ഓതിയാൽ പോരാ. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു ഷംസ്, വശംസി വദുഹാഹ, സൂറത്തു ലൈലിന് തൊട്ടു മുമ്പുള്ള സൂറത്ത്. ആരെങ്കിലും ഒരാൾ ഈ 2 സൂറത്തുകൾ 7 മർറാത്തിൻ 7 തവണ ഓതി. എത്ര തവണ? 7 തവണ ഓതി. എത്ര ദിവസം? ലി ബുദ്ധത്തി സലാസ ലയാലിൻ മുത്തസില, അടുത്തടുത്ത് വരുന്ന 3 രാത്രികൾ തുടർച്ചയായിട്ട് 7 തവണ സൂറത്തുൽ ലൈല്, സൂറത്തുൽ ഷംസ് 2 സൂറത്തുകളും ഒരാൾ പാരായണം ചെയ്തു. സുമ്മ യഖൂലു, അതിനുശേഷം അവരൊരു ദുആ പറയണം, ഒരു ദിക്ർ, ഈ പറയുന്ന ദിക്ർ കൂടെ അവർ പറയണം. ഏതാണ് ദിക്ർ? സുമ്മ യഖൂലു 30 മറത്തൻ, എത്ര തവണ? 30 തവണ പറയണം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആരെങ്കിലും ഒരാൾ ഈ രൂപത്തിൽ 3 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നാലമാ യുരീദു, ആൾ എന്താണോ ഉദ്ദേശിച്ചത് ആ സംഗതി ഉറപ്പായി നടന്നു കിട്ടുന്നതാണ്. എത്ര ദിവസം? 3 ദിവസം. എത്ര സൂറത്ത്? 2 സൂറത്ത്. എത്ര തവണ ഓതണം? 7 തവണ. ഓതിയ ശേഷം 30 തവണ ഈ ഒരു പറഞ്ഞ ദുആയും കൂടെ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് ആ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു നടപ്പാക്കി കൊടുക്കും. ആവശ്യങ്ങൾ പൂർത്തിയാകാനുള്ളതാണ്. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കി. രണ്ടാമത് കാണാം, ലിൽ ഫത്ഹി വ കസ്റത്തിൽ മാലി. ഫത്ഹ്, ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർച്ച ഉണ്ടാകാൻ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലാകാനും സമ്പത്ത് അധികരിക്കാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇൽതസിം ലി 40 ലൈല. ഈ പറഞ്ഞ അതേ സംഗതി, ഇപ്പൊ പറഞ്ഞ രൂപം ഉണ്ടല്ലോ, ഓതേണ്ട ശൈലി, അത് എത്ര ദിവസം? 40 ലൈലത്തെ 40 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? ചൊല്ലുക. 40 ദിവസം തുടർച്ചയായി ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം, അള്ളാഹുവെ ഞങ്ങളുടെ ഇന്ന വിഷയത്തിൽ നീ ഫത്ഹ നൽകണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ മുഴുവൻ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അദ്ദേഹം ഉദ്ദേശിച്ച സംഗതികളിലുള്ള വിജയവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചെന്നതായി കാണാം. ഇതൊന്നും എൻ്റെ വകയായി പറയുന്നതല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണ്ട. മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാം. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അപ്പോൾ ചെറിയ 2 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ്, ഞാൻ സൂറത്ത് ഒന്ന് ഓതി തരട്ടെ. സൂറത്തുൽ ലൈൽ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. സദഖല്ലാഹുൽ അദീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. കഴിയുന്ന ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു വെക്കുക. കാരണം ഒരുപാട് അമലുകൾ ഇതുപോലെ നമ്മൾ പറയുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. കമൻറ്റുകളായി നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ദുആ വസിയത്തും ഒക്കെ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.